സംഭവ സ്ഥലം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വെള്ളനാട്. കൃത്യമായി പറഞ്ഞാൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ KSRTC ഡിപ്പോ. രാവിലെ 8:20 ഒരു പ്രിയദർശിനി സൗജന്യ യാത്ര നൽകുന്ന ബസ് പ്രിയദർശിനി സർവീസ് പോയതിനു ശേഷം 11:30 മണി 12 മണിയായിട്ടും മറ്റൊരു സർവീസ് നടത്തുന്ന പ്രിയദർശിനി ബസ് വന്നിട്ടില്ല. രാവിലെ 8:20 പോയ ബസ്സാണെങ്കിലോ നേരെ പേയാട് കൂടി തിരുവനന്തപുരം നഗരത്തിലേക്ക് കടക്കുക എന്ന വലിയ ഉദ്യമമുണ്ടല്ലോ. അതായത് ബ്ലോക്കുകളെല്ലാം താണ്ടി ഒരു 10 മണിക്കെങ്കിലും ഒരു 9:45 കൂടിയെങ്കിലും നഗരത്തിലേക്ക് പ്രവേശിച്ചേക്കാമായിരുന്ന ആ ബസ് പോയതെങ്ങനെയാ? വളഞ്ഞും പൊളഞ്ഞും മറ്റു ഗ്രാമപ്രദേശങ്ങളിലൂടെയും എല്ലാം കയറി 10 മണിക്ക് ശേഷം ആളുകളെ അവിടെ എത്തിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ ബസ് പുറപ്പെട്ടു പോയത്. കുറെ സ്ത്രീകളുണ്ട് 11:30 മണിയായപ്പോൾ വെള്ളനാട് ഡിപ്പോയിൽ. ചോദിച്ചു, എന്താണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഞങ്ങൾ പ്രിയദർശിനി സർവീസ് യാത്ര സൗജന്യ യാത്രയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. എത്ര നേരമായി? ഞങ്ങൾ ഏകദേശം ഒരു 1 മണിക്കൂറാവും. ചേച്ചിയോ? വന്നേ ഉള്ളൂ. ചേച്ചിയോ? ഞങ്ങൾ ഒരുമിച്ച് വന്നതാ, ഏകദേശം 1 മണിക്കൂറായി. ആദ്യം പറഞ്ഞ ആളോട് ചോട് പിടിച്ച് ഇങ്ങനെ. അപ്പൊ ഈ കിടക്കുന്ന ബസ്സുകളൊക്കെയോ വെള്ള കളറാണല്ലോ, ഇത് ഓർഡിനറി ബസ്സാണോ? നോക്കിയോ? തിരക്കി? അല്ല. ആകെ ഈ ഡിപ്പോയിൽ 10 ബസ്സാ ഉള്ളത്. അതിൽ 8 ബസ്സും സിറ്റി സർവീസ് ആക്കി മാറ്റി. സിറ്റി ഫാസ്റ്റ് പുതിയ കണ്ടുപിടുത്തം. ഒരു ബസ് പ്രിയദർശിനി സർവീസ് നടത്തുന്നത്. അപ്പോഴും ഒരെണ്ണം മിച്ചമില്ലേ? അതാണ് ദാ കിടക്കുന്നത്. അതിൽ പ്രിയദർശിനി സർവീസ് എന്നാണല്ലോ എഴുതിയേക്കുന്നത്. അതെ, പക്ഷെ അത് സ്പെയർ ബസ്സാ. ആവശ്യമുണ്ടെങ്കിൽ നിലവിൽ ഓടുന്ന ഏതെങ്കിലും ഒരു ബസ്സിന് ബുദ്ധിമുട്ടുണ്ടായി യാത്രാ സൗകര്യം തടസ്സപ്പെട്ടാൽ മാത്രമേ അത് ഇറക്കൂ. ഇതാണ് അവസ്ഥ. 10 ബസ്സിൽ 8 പ്രിയദർശിനി സർവീസ് ആക്കി മാറ്റാതെ ഗ്രാമപ്രദേശത്ത് സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് 14-ാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബസ്സുകൾ ഇരുട്ടി വെളുത്തപ്പോൾ മാറ്റിയെടുത്ത അതേ മജീഷ്യൻ തന്നെ വെള്ളനാട് ഡിപ്പോയിലും സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ എത്ര ഡിപ്പോകളുണ്ട് ഹേ! ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ നഗരങ്ങളിൽ നിന്ന് വിട്ട് ഒക്കെ സ്ഥിതി ചെയ്യുന്ന എത്ര ഡിപ്പോകൾ, 8ഉം 10ഉം ബസ്സുള്ള ഈ ബസ് ഡിപ്പോകളിൽ ഉള്ളതെല്ലാം വെള്ളക്കളറുള്ള കൂടുതലും ഓർഡിനറി സർവീസ് ആയിരുന്ന ബസ്സുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ കേറുന്ന സ്റ്റെപ്പിന്റെ അടുത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു താൽക്കാലികമായി, സിറ്റി ഫാസ്റ്റ്. ഹൃദയഭാഗത്ത് ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിരിക്കുന്നു സിറ്റി ഫാസ്റ്റ്. എന്നിട്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നിടത്ത് ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? ഉണ്ടെന്നേ, കിട്ടുന്നുണ്ട്, ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് എത്തിപ്പെടേണ്ടിയിരുന്ന യഥാർത്ഥ സ്ഥിതിയെ മാറ്റിമറിച്ച് അതിന് വേറൊരു കോലത്തിലും രൂപത്തിലുമാക്കിയതിന് ശേഷമാണ് പ്രിയദർശിനി ഇന്ദിരാഗാന്ധി സൗജന്യ യാത്ര ഈ നാട്ടിൽ സർക്കാർ പ്ലേസ് ചെയ്തതെന്നുള്ളതിന്റെ തെളിവാവുന്നു വെള്ളനാട്. തെളിവാവുന്നു ജൂൺ 14 തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നടന്നത്. ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ.